അങ്ങനെ അതും സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഹിമാലയന്റെ 650cc ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ ചിത്രം നോക്കുമ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റ് നല്ല രീതിയിൽ പൊങ്ങിയാണ് ഇരിക്കുന്നത്. എക്സോസ്റ്റിന്റെ ഡിസൈനും പുതിയ ഹിമാലയനായിട്ട് നല്ല രീതിയിൽ സിമിലർ ആണ്. ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള കാര്യം റിവർ ക്രോസിംഗിലൊക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള 650cc വിത്ത് സിംഗിൾ എക്സോസ്റ്റ് സിസ്റ്റം. ബട്ട് ഇതൊരു റീട്യൂൺഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. ഓൺ റോഡ് ഓഫ് റോഡും ഒരേ രീതി കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് ട്യൂൺ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോവയുടെ USD ഫോർക്ക് ആയിരിക്കും നൽകുക. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് വരുന്നതാണ്. ഈ ചിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ആണ് നൽകിയിരിക്കുന്നത്. ഇമേജിൽ അത്ര വ്യക്തമല്ലാത്തതുകൊണ്ട് ഓയിൽ കൂൾഡ് ആണോ ലിക്വിഡ് കൂൾഡ് ആണോ എന്ന് പറയാൻ സാധിക്കില്ല. ടെസ്റ്റിംഗിൽ കണ്ടിട്ടിരിക്കുന്ന ചെന്നൈയിലാണ്, അവരുടെ പ്ലാന്റിന് അടുത്ത് തന്നെയാണ്. ഹീറോ ഇപ്പോഴും 210cc എക്സ്പൾസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പഠിക്കേ. 2 മോട്ടോർ സൈക്കിൾ ഒരേ വർഷം തന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ സാധ്യത. അപ്പൊ ഈ മോട്ടോർ സൈക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില എത്രയാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യുക.